അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഈ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ്. നിർത്തു ജിബ്രീലേ, എനിക്കിനി കേൾക്കാൻ ശക്തിയില്ല ജിബ്രീൽ. ഇനി എന്നോടിത് പറയേ വേണ്ട. അതാണ് നരകം. അത് വേറെ വിഷയം. വേറെ ഞങ്ങൾ അപ്പോഴേ വീണുപോയി എന്ന സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദിവസം തോറും സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുമ്പോൾ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയും, അജ്റുഹു, അവനെ രക്ഷപ്പെടുത്തിയാൽ, ഒഴിവാക്കിയാരെ. മരിക്കുന്നത് വരെ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയാനൊരു ഭാഗ്യം കിട്ടിയാൽ ഏതെങ്കിലും ഒരു വഖത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല, ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വഖത്തിൽ സ്വീകരിച്ചാൽ മതി. അതിനല്ലേ നിസ്കാരത്തിലും പറയുന്നത്. നിസ്കാരത്തിൽ നരകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ആളുകൾക്ക് അറിയില്ല. നിസ്കരിക്കാനില്ലാത്ത നിസ്കാരമില്ലാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യം നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതിൽ രണ്ടാമത് ചോദിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ. ആ നരകത്തിൽ നിന്നുമുള്ള കാവൽ നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മലക്കുകൾ പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുമ്മ അജിർഹു, നീ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. പടച്ചവൻ പറയും, ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദുആ മതി. അത് എപ്പോഴാ എവിടുത്തെ ഏതാ സ്വീകരിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം മുടക്കല്ല കേട്ടോ. സുബഹി നിസ്കരിക്കണം, മഗ്രിബ് കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയണം 7 പ്രാവശ്യം വീതം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയും വഞ്ചിക്കരുത്, ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കരുത്. ആരെങ്കിലും അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണേ. അതാണ് അവരുടെ തൗബ. മോഷ്ടാവിന്റെ തൗബ എന്തായാലും കുറെ നാളൊക്കെ മോഷ്ടിച്ച് ഇനി ആ അറബിയൊക്കെ മരിച്ചുപോയി, ഇനി ഏതാന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് 2 സൂപ്പർ മാർക്കറ്റൊക്കെ വേറെ തുടങ്ങി വലിയ വീടൊക്കെ വെച്ച് അയാളെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എന്നൊക്കെ പറയുന്നത്. വിളിക്കുന്നതെല്ലാം മുഗലക്കാന്നാ പറയുന്നത്. ഫോൺ മുഗലക്കാന്ന്, പൂട്ടിയിരിക്കുക ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവിടെ വിളിച്ചു ചോദിക്കാനും പറ്റില്ല. വിളിച്ചു ചോദിച്ചിട്ട് അറബിയെക്കുറിച്ച് ആർക്കും അറിവില്ല. അള്ളാഹു എന്ത് സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ ഒരു പരിഹാരം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമുക്ക് തൗബ ചെയ്താൽ ഇതിന് പരിഹാരമാകുമെന്ന് തൈക്കാവല മുസ്ലിയാർ പറഞ്ഞു കൊടുക്കും. പാവം കഷ്ടം. തൈക്കാവല മുസ്ലിയാരടുത്ത് ചോദിക്കത്തുള്ളൂ. കാരണം എന്താ, ജുമാൽ ഖത്തീബിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കൂലടാ, പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തൈക്കാവല മുസ്ലിയാർക്ക് ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ അയാൾ പറയും തൗബ ചെയ്താൽ മതി, എല്ലാം ശരിയാവുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ പോയിട്ട് രാത്രി 2 കുത്തി ഇരുന്നിട്ട് അള്ളാഹ് അടച്ചാൽ റബ്ബേ $50,000 അടിച്ചു മാറ്റി, $2 ലക്ഷം അടിച്ചു മാറ്റി, റഹ്മാൻ നീ മാപ്പാക്കണം. അതിന് മേലിൽ ഞാൻ അടിച്ചു മാറ്റത്തില്ല അള്ളാഹ്, ഞാൻ അറിയാതെ അന്ന് സംഭവിച്ചു പോയതാണ്, റഹ്മാൻ നീ മാപ്പാക്കണം. പൊട്ടിക്കരഞ്ഞ് റാഹത്തായിട്ട് ദുആ ചെയ്ത് പിറ്റേ ദിവസം സന്തോഷത്തോടുകൂടി ഉസ്താദ് ഞാൻ എല്ലാം തൗബ ചെയ്ത് ഉസ്താദ് സ്വീകരിച്ച് കാണുമല്ലോ. പിന്നെ അള്ളാഹു സ്വീകരിക്കുക. 100 പേരെ കൊല ചെയ്ത ആൾക്കാരുടെ ശിക്ഷ അള്ളാഹ് എടുത്തു കളഞ്ഞാളെ, പിന്നെ എന്താ എങ്ങനെ തൗബ സ്വീകരിക്കാത്ത? ഉസ്താദ് സന്തോഷം, ഒരു 500 രൂപ കൂടി ഇരിക്കട്ടെ എന്ന്. മാഷാ അല്ലാഹ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അടുത്ത് പോയി പറഞ്ഞാൽ മതി ഈ തൗബ. അവിടെ പോയി പറഞ്ഞാൽ മതി. ഇതൊന്നും അള്ളാന്റെ മുന്നിൽ ഈ തൗബ ഇല്ല. لا تستقبل السارق توبته إلا أن يرد مالها فإن كان مفلسا تخلل من صاحبه أو كما قال رسول الله. മോഷ്ടാവിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിച്ച സാധനം ഇല്ല അയ്യറുദ്ദ ഇലൈഹി, അവനിലേക്ക് അത് മടക്കി കൊടുക്കണേ. ആ മടക്കി കൊടുക്കലാണ് മോഷ്ടാവിന്റെ തൗബ. വൈൻ കാന മുഫ്ലിസ, അന്ന് ഞാനത് മോഷ്ടിച്ച്
മോഷ്ടിച്ചിരുന്നു, അത് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ചെലവ് ചെയ്തു. എന്നത് മടക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആരിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പോകൂ സഹോദരാ, അവനോട് പോയി നീ തുറന്നു പറയൂ, അവനിൽ നിന്ന് നീ മാപ്പ് വാങ്ങുക. അതാണ് നിന്റെ തൗബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തേങ്ങ എടുത്തിട്ടുള്ള ആമിന താത്ത അബൂബക്കർ ഹാജിയാരെ വിളിച്ചു പറ, ഹാജിയാരെ നമ്മളിങ്ങനെ പോച്ച പറിക്കാൻ പോയപ്പോൾ പുല്ല് പറിക്കാൻ പോയപ്പോൾ 5-6 ഉണക്കത്തേങ്ങ കിടന്ന് ഞങ്ങളത് എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ അറിഞ്ഞില്ല സംഭവം മാപ്പാക്കിയാരെ. പിന്നെ അവിടുത്തെ ഓലമടലൊക്കെ എടുത്താൽ ഞങ്ങൾ രാവിലെ ചായ എന്താ ഗ്യാസിന് ഭയങ്കര വില കൂടുതൽ. ഹാജിയാരെ അതൊന്നും കുഴപ്പമില്ല ആമിന, അതൊക്കെ നീ എടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. യാ അല്ലാഹ് അൽഹംദുലില്ലാ. അബൂബക്കർ ഹാജിയാർ മരിച്ചുപോയി. മക്കളെടുത്ത് പോയി ചോദിച്ചു, ഞങ്ങളെ കുറെ തേങ്ങ. ചുമ്മാ അല്ല, തേങ്ങ മൊത്തം നീ അടിയെടുത്ത മുഴുവൻ തേങ്ങ. പാവ 5-6 ഉണക്ക തേങ്ങ എടുത്തുള്ളൂ. ആരാണ്ടൊക്കെ കയറി കള്ളന്മാർ കയറി ഉള്ള കരിക്ക് മൊത്തം വെട്ടിക്കൊണ്ട് അവൻ പറയുന്നത് എന്താ, നീ ആ മൊത്തം. വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല, വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല. 8 വർഷം ഞങ്ങളുടെ അത്തായെ വഞ്ചിച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന മര്യാദയ്ക്ക് ഒരു തേങ്ങാക്കി 17 രൂപ, 7 രൂപ കുറച്ച് തന്നിരിക്കുന്നു. 10 രൂപ വെച്ച് കണക്കെടുത്ത് ഇവിടെ വെയ്യാ. കുടുങ്ങിയ നമ്മൾ കുടുങ്ങിയില്ലേ? ശരി. അപ്പൊ ഇത് പേടിച്ചിട്ട് എന്താ ഇവള് ചോദിക്കാൻ പോവില്ല. ആ തെങ്ങിലോട്ട് നോക്കിയിട്ട് തൗബ ചെയ്യ, അല്ലാഹു ഞാൻ അറിയാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയതാ തേങ്ങ, ഇനി എൻ്റെ മുറ്റത്ത് നീ വന്ന് വീടല്ലേ, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന അറിയാതെ സംഭവിച്ച നീ മാപ്പാക്കിയറേ. കാര്യമില്ല, പോയി അവിടെ പോയിട്ട് പറയണം, നീ പാവയാണ്, ഒന്നുമില്ലേ മോനെ, അത് ഹക്കാണ്, ശരിയില്ലാന്ന് അള്ളാഹ്ക്കും അറിയാം, നിനക്കും അറിയാം. അത് സമ്മതിക്കുന്നില്ല. ഞാൻ എടുത്തു, ഞാൻ നിന്റെ പണം ഞാൻ എടുത്തു, സംഭവം ശരിയാണ്, അന്നത്തെ എൻ്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് ഒരു കിടക്കാടം പോലുമില്ല, എനിക്ക് മടക്കി തരണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ഭാഗത്തില്ല. നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, നിന്റെ ഹക്ക് തീർന്നു. അവൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അവനുമായി അള്ളാഹി. നീ സമ്മതിച്ചല്ലോ, ഞാൻ എടുത്തു എന്ന് നീ സമ്മതിച്ചല്ലോ. അങ്ങനെ സമ്മതിച്ചുവെങ്കിൽ നീ പോയിട്ട് ചോദിക്കുക, പൊരുത്തം ചോദിക്കുക. പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ യാ അല്ലാഹ് രക്ഷപ്പെട്ടു. ചോദിക്കണം, അതാണ് അവരുടെ തൗബ. പലിശക്കാരൻ്റെ തൗബ എന്താ? പലിശ മൊത്തം തിരിച്ചു കൊടുക്കണം, വാങ്ങിയ പലിശ മൊത്തം. ഇയാളിപ്പം 10 വർഷം പലിശ വാങ്ങിച്ചിട്ട് 11ാമത്തെ വർഷം പോയി സൂപ്പർ ഹജ്ജ് ചെയ്യാൻ പോയാ. സൂപ്പർ ഹജ്ജ്, അതെ, കഅബയുടെ അടുത്ത് പോയി താമസിച്ച് വലിയ ഹജ്ജ്, അവിടെ പോയി ഒരുപാട് സദഖകളൊക്കെ ചെയ്ത് എല്ലാം പൊരുത്തപ്പെട്ട് കഅബയെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കരമായ ദുആയോട് എവിടെ നോക്കിയാലും കരച്ചിലും കണ്ണുനീരും ഒക്കെ കൊണ്ടുപോയി ഉസ്താദന്മാർക്കെല്ലാം ഹൗദ് അത്ര എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം നല്ല റാഹത്ത് ഇഹ്റാമിൻ്റെ തുണിയൊക്കെ മേടിച്ചു കൊടുത്ത് ദുആയോടെ ദുആ. ഉസ്താദും അമീറും വിചാരിക്കും, മാഷാ അല്ലാഹ്, അല്ല ഹസനാരെ നീ വല്ലാത്ത ദുആയാന്നല്ലോ. ഇല്ല ഉസ്താദെ, 8-10 വർഷമായിട്ട് പലിശ മേടിച്ച് തിന്നല്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങിക്കാൻ. അപ്പോൾ ഉസ്താദം പറയും, കുഴപ്പമില്ല, ഒരു ഹജ്ജും കൂടെ നീ ചെയ്താൽ മതി. ഇയാൾ അമീർ, ഇയാൾക്ക് 50,000 രൂപ കിട്ടും കമ്മീഷൻ. അടുത്തൊരു വർഷം കൂടെ ഹജ്ജ് ചെയ്താൽ റാഹത്താവൂല. അയാളുടെ പണി ഇവിടെ നടക്കൂല. ഹജ്ജിൻ്റെ പൈസ കൊടുത്തിട്ട് ഈ പലിശയുടെ പൈസ മേടിച്ചിട്ട് തൗബ ചെയ്തിട്ട് അള്ളാൻ്റെ അടുക്ക പോയിട്ട് അള്ളാൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല. അമീറന്മാരുടെ അടുത്ത് ഉസ്താദന്മാരുടെ മുന്നിൽ രക്ഷപ്പെടാം, പണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതാണ് പലിശക്കാരൻ്റെ തൗബ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ എന്താ എൻ്റെ പേര്, അയൽക്കൂട്ടത്തിൻ്റെ പേരിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പലിശയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. സുഖമില്ലാത്തവരാണ്, നടക്കാൻ വയ്യാത്തവരാണ്, ഇരിക്കാൻ വയ്യാത്തവരാണ്, അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എൻ്റെ പൊന്നു പെങ്ങളെ, ആ പണി നിങ്ങളിന്ന് ചെയ്യല്ലേ. നടക്കാൻ വയ്യാത്തവർ, ഇരിക്കാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് ജോലി ചെയ്തിട്ട് എല്ലാവർക്കും 50 ഒരു ദിവസം 300 രൂപ കിട്ടുന്നെങ്കിൽ ഒരു 30 രൂപ വെച്ച് മാറ്റി ഓരോരുത്തർ, എന്നിട്ട് അവർക്ക് ദിവസം തോറും കൊണ്ട് കൊടുക്കും. അല്ലാതെ ആ പാവം പിടിച്ച പെണ്ണുങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യിക്കാനും അവരിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പലിശയുടെ പൈസ എടുത്ത് അവരെ തീറ്റിക്കാതിരിക്കരുത്. മാരകമായ രോഗമായിരിക്കും പിന്നീട് അവർക്കുണ്ടാവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നമ്മൾ കഴിക്കാൻ പാടില്ല, അത് ഹറാമല്ലേ. ഒരു ഹദീസ് കേൾക്കണോ? അനസ് റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തർകു ലുഖ്മത്തിൽ ഹറാമി അഹബ്ബു ഇലൈക അം അൽഫ റകഅതൻ തതവ്വുആ. ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കലാണോ, അതല്ല 200 റകഅത്ത് ഔ മിഅത്ത റകഅതൻ തതവ്വുആ, 200 റകഅത്ത് നമസ്കരിക്കലാണോ അങ്ങേക്ക് ശ്രേഷ്ഠമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണോ നല്ലത്, 200 റകഅത്ത് അന്ന് സുന്നത്ത് നിസ്കരിക്കലാണോ നല്ലത്?
قال رسول الله صلى الله عليه وسلم ترك لقمة من الحرام أحب إلي 10,000 ركعة تطوعا أو كما قال رسول الله 200 റക്അത്താണ് അനസ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അനസേ, ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കൽ 10,000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 10,000 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 10,000 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുള്ളിയും വിറവും ഒക്കെ ഒടിച്ചിട്ട് ചായയും കാപ്പിയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തിട്ട് മക്കളെ മദ്രസ വിടാൻ പറ്റുമോ? അവിടുന്ന് ഇവിടുന്നൊക്കെ വിറവ് മോഷ്ടിച്ചുകൊണ്ട് വന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഹറാമിന്റെ പൈസ കൊണ്ടുവന്ന് ചാപ്പടിച്ചിട്ട് പള്ളിയിലെ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല, പാടില്ല. അത് ആ 10,000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം എന്ന് പറയുന്നത് തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ്. ഒരു പിടി ഭക്ഷണം ഹറാമിന്റെ ഒഴിവാക്കലാണ്, അതാണ് എനിക്കിഷ്ടം. നബീനാ ശഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലിന്റെ വാക്കാണ്. അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, അതല്ലേ നമുക്ക് ഇഷ്ടം. لا أن يجعل أحدكم في فيه ترابا خير من أن يجعل أحدكم في فيه حراما. നിന്റെ വായിൽ മണ്ണ് വാരിയിട്ട് നിറയ്ക്കലാണ് ശ്രേഷ്ഠം ഹറാമായ ഭക്ഷണം കൊണ്ട് നിന്റെ വയറ് നിറയ്ക്കുന്നതിനേക്കാളെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട പലിശയുടെയും പൈസ വേണ്ട, ലോട്ടറിയുടെയും പൈസ വേണ്ട, കള്ളുവിറ്റ പൈസ വേണ്ട, കൈക്കൂലി വാങ്ങിയ പൈസ വേണ്ട. കൈക്കൂലി വാങ്ങണ്ട. കൈക്കൂലി ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയൊക്കെ കൈക്കൂലി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ, ലഅനല്ലാഹു റാശി വൽ മുർതശി വറായിശി ബൈനഹുമാ الرشوة في الحكم كفر أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൈക്കൂലിയെ ശപിച്ചിരിക്കുകയാണ്. കൊടുക്കുന്നവനെ ശപിച്ചു, വാങ്ങുന്നവനെ ശപിച്ചു, അത് കൊടുപ്പിക്കുന്ന ബ്രോക്കറെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അർരിശ്വതു ഫിൽ ഹുക്മി കുഫ്റുൻ, നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിനു വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുത്താൽ അത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇസ്ലാമിൽ പുറത്തു പോകുന്ന പറഞ്ഞേ, ശിർക്കൊന്നുമല്ല അല്ലാഹു പറഞ്ഞത്, കുഫ്റുൻ, അത് കാഫിറാവുന്ന കാര്യമാണ്. കാര്യം നടക്കാൻ വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നമുക്ക് അനുകൂലമായ വിധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൈക്കൂലി കൊടുക്കുക. അത് കുഫ്റാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വലാ യസ്രിഖ്ന, ഒരു നിലയ്ക്ക് നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷണം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കയല്ല. വമാ കാന ലിനബിയ്യിൻ അയ്യഗുൽ വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ഒരു പ്രവാചകന്മാരും ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഒരാളുടെ ഈ സാധനം എടുത്തു മാറ്റിയിട്ടില്ല, അവരുടെ അനുവാദമില്ലാതെ സ്വന്തം സ്വത്തിലേക്ക് ആവാഹിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഹാജരാക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ കൊണ്ടുവരണം, ആഖിറത്തിൽ കൊണ്ടുവരണം. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ സഹാബാക്കളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഒരു ഹദീസ് പറഞ്ഞു. അല്ലമ ഗുലൂലഹു എന്നാണ് നബി സഹാബാക്കൾ പറഞ്ഞത്. ഈ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന സാധനം, ഈ മോഷ്ടിച്ചുകൊണ്ടുവന്ന സാധനം, അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഉൽഫിയന്ന അഹദകും യൗമൽ ഖിയാമ യജീഉ
على رقبته صغار على رقبته بعير له صغار يقول يا رسول الله أغثني أغثني يا رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തോട് ഉദ്ധരിക്കുകയാണ്, പ്രഭാഷണം നടത്തുകയാ. നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ബഈറുൻ ലഹു സുഗാ. ഒട്ടകത്തോളം സമാനമായ വലിപ്പമുള്ള മറ്റുള്ളവന്റെ വസ്തുക്കൾ ദുനിയാവിൽ വെച്ച് മോഷ്ടിച്ചെടുത്ത വ്യക്തിയായിരിക്കാം അവൻ. അതവന്റെ പിടലിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് എന്നെ അന്വേഷിച്ച് മഹ്ശറയിൽ നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്? അങ്ങനെ എന്റെ അരികിലേക്ക് അവൻ കടന്നു വന്നിട്ട് എന്നോട് പറയുകയാ, അഗ്സിനി യാ റസൂലല്ലാഹ്, അഗ്സിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്റെ തോളിലുള്ള ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കുമോ നബിയേ? ദുനിയാവിൽ വെച്ച് ഈ ഒട്ടക സമാനമായ ഭീമമായ തുക അന്യവന്റെ ഞാൻ അടിച്ചു മാറ്റിയവനാണ് ഹബീബേ. എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ചെയ്തു പോയതാണ് റസൂലുള്ളാഹ്. എനിക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നേയില്ല. നരകത്തിലേക്ക് എന്നെ മലക്കുകൾ ക്ഷണിക്കുകയാണ്, എന്നെ ഒന്ന് ശുപാർശ ചെയ്യുമോ? അങ്ങനെ നാളെ എന്റെ മുന്നിലേക്ക് കെഞ്ചി കെഞ്ചി യാചിച്ചു വരുന്ന വൃത്തികെട്ട വഞ്ചകന്മാരെ, ചതിയന്മാരെ ഞാൻ നാളെ കണ്ടുമുട്ടാതിരിക്കട്ടെ, കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങൾപ്പെട്ട ഒരാളെയും ഞാൻ ആ കോലത്തിൽ നാളെ ആഖിറത്തിൽ കാണാതിരിക്കട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക്. ഒട്ടകം ആദ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടകം ഏറ്റവും കൂടിയ സാധനം, വില കൂടിയ സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല വീപ്പ അതുപോലത്തെ സാധനം, ഭയങ്കര വില കൂടിയ സാധനം എടുത്ത് തലയിൽ വെക്കുക. യാ അല്ലാഹ് വരുക, നബി തങ്ങൾ, നബി അന്വേഷിച്ചടക്കാൻ, യാ റസൂലല്ലാഹ് അഗ്സിനി 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 അഗ്സിനി. സമയം എഴുന്നേറ്റ് പോകാൻ. അൻവറെ ബക്കറ്റ് എടുപ്പുണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? ഉണ്ടോടെ? ആൾക്കാരൊക്കെ പന്നി 11 മണിക്ക് നിർത്തുന്നു പറഞ്ഞിട്ട് 11:30 നിർത്തുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മെല്ലെ ആളുകൾ കാസർഗോട്ടുകാരുടെ കൊണ്ട് പറഞ്ഞാൽ കീയാണ്, ആള് കീയാണ്. ബക്കറ്റ് വീടുണ്ടോടെ? പെട്ടെന്ന് പെട്ടെന്ന് സുറോ ജല്ല് നാളെയൊക്കെ വർക്കിംഗ് ഡേയും സ്കൂളും പരീക്ഷയും ഒക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും ഒക്കെ. കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യമില്ല. ഇനി 4 കാര്യമുണ്ട്, അത് നമുക്ക് അടുത്ത എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. പിന്നെ എല്ലാം കൂടെ ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രസംഗിച്ച് തന്നെയാണ് നമ്മളെല്ലാം എല്ലാം കൂടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിക്കണ്ടേ നമ്മള്? പ്രസംഗിച്ച് എങ്ങനെ പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞാൽ എവിടെ ഏത് കാലത്ത് തീരണം? ഖുർആനും അതീതും ഉള്ളിടത്തോളം കാലം എവിടെയെങ്കിലും പ്രസംഗം തീരുക? എത്ര വിഷയങ്ങളെ കിടക്കുക. പറയുമ്പോൾ വിശാലമായിട്ട് ചർച്ച ചെയ്ത് പറയണ്ട, അല്ല ചുമ്മാ അടിച്ചടിച്ചോടിച്ചോടി ഖുർആന്റെ അർത്ഥം പറഞ്ഞങ്ങോട്ട് പോലല്ലോ വേണ്ടത്. അടുത്തത് വ്യഭിചാരം. അല്ലോ അത് പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. സംഭവം മൂന്നാമത്തതാണ് ഏറ്റവും വലിയ മോഷണം ഏതെന്ന് പറയട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാരെവിടെ ബക്കറ്റ് ബാത്റൂമിൽ എടുക്കാൻ പോയതാണ്. ഡേ ബക്കറ്റ് എടുക്കാൻ പോയവിടെ കാണുന്നില്ലല്ലോ. അല്ലാ, മലപ്പുറംകാരുടെ കുട്ടി ഇവിടെ വേണം പഠിച്ച ഉസ്താദ്മാരെ കയ്യിൽ നിന്ന് ആദ്യം. പണ്ട് തെക്കൻ കേരളംകാരെ ഉസ്താദ്മാരെ വന്ന് പിടിയാൻ നിൽക്കൂലേ. ഇപ്പൊ ആദ്യത്തെ പെറ്റി ഉസ്താദിനാണ്. നമ്മളെയൊക്കെ കൊണ്ട് പെറ്റിയടിപ്പിക്കുന്നതിന്റെ പേരിൽ നമ്മളെ കൊണ്ട് പെറ്റിയടിപ്പിക്കാം. നവാസ് മുസ്ലിയാരെ ഒന്ന് കൂടെ വേണമെന്ന് ചോദിക്കുന്നത് തന്നെ. ചെറുതൊന്നും ഇല്ലല്ലോ, എല്ലാം വലുതാണല്ലോ. 50 മതിയോ? എത്ര നോക്കട്ടെ? 50. ഏറ്റവും ചെറുതേ നമ്മൾ കൊടുക്കാൻ നോക്കത്തുള്ളൂ. 50 50 100 100 എല്ലാവരും ഒന്ന് ഡിസ്റ്റിം പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇതിനകത്തോളം കഴിച്ചാൽ മതി, ഇതിനകത്തോളം കഴിച്ചാൽ മതി. ഒന്നൊരു സഹായിച്ചു. സമ്മദ് മുസ്ലിയാരെ ഭാര്യ മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത പള്ളികളിൽ ഞാനൊക്കെ തലശ്ശേര പള്ളി നിൽക്കുമ്പോഴേ ഖിദ്മത്ത് നമ്മുടെ മാമാടെയൊക്കെ അരുമ ശിഷ്യനെ പോലെയാണ്. ഒരുപാട് ഖിദ്മത്തുകളൊക്കെ ചെയ്ത മനുഷ്യനാണ്. പെട്ടെന്ന് ഭാര്യ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ. പടച്ചവനെ മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ആ സഹോദരി ദുനിയാവിൽ വെച്ച് ചെയ്ത, തൻ്റെ ഭർത്താവിന് ചെയ്ത, മറ്റുള്ളവർക്ക് കുടുംബക്കാർക്ക് ചെയ്ത ഖിദ്മത്തുകളെ മുഴുവൻ സ്വീകരിക്കണേ. അല്ലാഹ്
ഹജ്ജിൻ്റെ മാസമാണ്. എത്രയോ പേർക്ക് നീ പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹുവെ, നീ ആ മഹദിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. സാലിഹാത്തുകളോടൊപ്പം അള്ളാഹുവെ, സദ്ഗുണ സമ്പന്നകളോടൊപ്പം അള്ളാഹുവെ ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവിധ ആശ്വാസവും സമാധാനവും സാന്ത്വനവും ഖൈറും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാൻ. നാളെ സ്വർഗ്ഗലോകത്തിൽ മുത്തക്കിയൂൻ എന്ന പട്ടികയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. നവാസ് മുസ്ലിയാരെ വാപ്പയെ അടുത്ത സമയത്ത് അയച്ചില്ല, സുഖമില്ല കിടക്കുമായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. മകനെ ഇൽമിൻ്റെ മാർഗത്തിലേക്ക് പഠിപ്പിച്ചു ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യണം. ഖിദ്മത്തിൻ്റെ ഒക്കെ സവാബ് വാപ്പാൻ്റെ ഖബറിലൊക്കെ അള്ളാഹ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഖബറിലെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അവരെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം വർഷങ്ങളോളം കിടന്ന് വേദനിക്കേണ്ട രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറുതലിൽ ഉമറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും അതിലൂടെ അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദഅവത്ത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ വഴിയിൽ മാത്രം ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ, തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് മരണം അധികരിക്കുകയാണ്, വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ മരിക്കുന്നു. പടച്ചവനെ, ഒരമലുമില്ലാതെ മരിച്ചു പോയാൽ എന്താ? നാളെ ആഖിറത്തിൽ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരമലുമില്ലാതെ മരിച്ചു, വെറും കൈയോടെ മരിച്ചു, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നേരത്തെ ഞാൻ ഓതി ആയത്ത് പോലെ നരകം മുന്നിൽ കൊണ്ടുവരും പറയും, യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി ഖദ്ദംതുൽ ഹയാത്തി, ഒന്ന് മടക്കല്ല, ഞങ്ങളെ മടക്കല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് മടക്കല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാ? ആര് കൊണ്ടുവരും? ആര് സഹായിക്കും? ആര് ഖബറിൽ വരും? ആരുടെ നന്മയുള്ളത്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ അമലുകളൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക. സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കുള്ള ഒരുപാട് ഉപദേശങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തേക്ക് ആഡംബര വസ്ത്രങ്ങൾ പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കൂലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് പള്ളിയുടെ പരിസരത്ത് കൂടി നല്ല ആലങ്കാരിക വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അന്നത്തെ കാലത്തിൽ വസ്ത്രം അതന്നത് ഏറ്റവും വലിയ ഒരു ആഡംബരം പോലൊരു വസ്ത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകി, യാ അയ്യുഹന്നാസ് ഉൻഹു നിസാകും അൽലുബ്സി സീനാ വത്തബഖ്തുരി. ഏയ് സഹോദരങ്ങളെ, നിങ്ങളുടെ സ്ത്രീകളെ ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയണേ. നബിയുനാ റസൂലുള്ളാഹി. ചില വസ്ത്രത്തിലാണ് വീണു പോകുന്ന ചില ആളുകൾ. വസ്ത്രം കണ്ടു കഴിഞ്ഞാലേ അല്ലാഹു, അതാണ് അന്നത്തെ കോലം, അങ്ങനത്തെ കോലമാണ്. ആ രീതിയിലാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വർഗത്തിൽ തന്നെ കണ്ടില്ലേ, 70 വസ്ത്രങ്ങളാണ് ഹൂർലിംഗ് കൊടുക്കുക. 70 വസ്ത്രം, അത് നല്ല നൈസായ 70 വസ്ത്രം ധരിച്ചാലും അതിനകത്ത് നിന്ന് ആ ശരീരത്തിൻ്റെ അവസ്ഥകൾ, വടിവങ്ങൾ, ലാവണ്യങ്ങൾ കാണാം. വാപ്പാക്കൊണ്ട് മരിച്ചു വാപ്പാക്കൊണ്ട് ദ്വാരക്കാൻ 500 രൂപ, അത്രയുള്ള അബീവേ. വാപ്പാടെ വില 500 രൂപ, 500. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയും മാതാപിതാക്കളുടെയൊക്കെ ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി പൈസ എല്ലാവരും കുറച്ചാണ് കൊണ്ടുവരുന്നത്. നാളെ മറ്റന്നാളൊക്കെ നമ്മുടെ നൗഷാദ് ബാക്കവി 2 ദിവസം കൊണ്ടുകൂടെ നൗഷാദ് ബാക്കവി? അൽഹംദുലില്ലാ, നല്ല നല്ല പ്രാസംഗികന്മാരെയൊക്കെ 2 ദിവസം, നമ്മളെ പോലെയുള്ള ആപ്പ ഉപ്പയൊക്കെ 1 ദിവസം. ഞാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ചുമ്മാ ഒരു ഉദ്ഘാടന ബർക്കത്തിന് വേണ്ടി ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അൽഹംദുലില്ലാ, നാളെയും മറ്റന്നാളുള്ള പരിപാടികൾ കാര്യമായിട്ട് സഹകരിച്ച് ഇച്ചിരി സാമ്പത്തികവും അവരെ സഹായിക്കണം. അവർക്ക് അതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ വർഷമോ വന്നപ്പോൾ അന്ന് നല്ല ആളുകളായിരുന്നല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്, എല്ലാവരും കേട്ടിട്ട് അമൽ ചെയ്യാനും കൂടെ സമയം വേണ്ടേ? പിന്നെയും കേട്ടോണ്ടിരുന്നാലോ? ശരിയാണ്. സഹാബാക്കളുടെ അവസ്ഥ അങ്ങനെ, ഇതാ തഅല്ലമ 10 ആയാത്തിൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅമല ബിഹിന്ന. സഹാബാക്കൾ 10 ആയത്ത് കേട്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യാതെ 11ാമത്തെ ആയത്ത് പഠിക്കൂല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 10 ഉസ്താദ്മാരെ വാത് കേട്ട് എങ്ങനെ ഞങ്ങൾ മെമ്മറിൽ സൂക്ഷിച്ചു, ഒന്ന് അമൽ ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരാം. ഇപ്പം മണിയർ രഹസ്യത്തിൻ്റെ അമൽ തന്നെ തീർന്നിട്ടില്ല ഇതുവരെയ്ക്കും. അത് കേട്ടിട്ട് എൻ്റെ അമലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പുതിയ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും ആളുകൾ പുറകോട്ട് പോകുന്നത്.
ഇൽമുകൾ എത്ര കേട്ടാലും തീരൂലല്ലോ ഹബീബേ. എത്ര ഇൽമുകളുള്ളത്, എത്ര ഇൽമുകളാണ്. നമ്മളൊക്കെ ഇപ്പം ഞാനൊരു കിബറോ ഫഹറോ പറയല്ല. നമ്മൾ 8 വർഷം ഇൽമു പഠിച്ചോ 8 വർഷം പഠിക്കാൻ പോയപ്പോൾ ഒന്നും അല്ല. ഈ വാളിന് വേണ്ടിയിട്ട് നമ്മൾ ഗവേഷണം നടത്തുന്ന ഹദീസുകൾ ആയത്തുകൾ കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഹക്ക് പറയണം വല്ലാഹി. ഓതുന്ന സമയത്ത് ഈ മായ്സറെന്നോ ഖബറെന്നോ ശിഷ്യെന്നോ ഒന്നും വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, വലിയായിരുന്നു. അങ്ങനെ ഒരു താല്പര്യമോ ഒന്നും അറിയില്ലായിരുന്നു സംഭവം. ഓതുന്ന സമയത്ത് അതൊന്നും അല്ലല്ലോ. കിതാബ് ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന അതിൻ്റെ എങ്ങനെയാണ് എന്താണ് മാദ്ദ അതെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. ഹദീസുകൾ നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ഇപ്പോൾ നരകം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ മഹ്ശർ അല്ലെങ്കിൽ ഖബർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഹദീസുകൾ ആയത്തുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് ആഖിറത്തിൻ്റെ ഗൗരവം അല്ലാഹ് ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ്. അപ്പം നമ്മൾ എത്ര വാത് കേട്ടാലും എത്ര ദിവസം പ്രഭാഷണം വെച്ചാലും എത്ര പ്രഭാഷണം കേട്ടാലും ഒന്നും തീരൂല സംഭവം. പുതിയ വിഷയങ്ങൾ കിടക്കുകയാണ്, ഇഷ്ടംപോലെ വിഷയങ്ങൾ കിടക്കാൻ. ഹദീസുകൾ ആയത്തുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു അക്ബർ എണ്ണമറ്റ വിഷയങ്ങളാണ് കിടക്കുന്നത്. ഒക്കെ പഠിക്കണം. ഇൽമ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയായാലും ആരുടെയായാലും പോയി കേൾക്കണം, പഠിക്കണം. നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട. അയാടെ കൊള്ളായിരുന്നു, ഇയാടെ മോശമായിരുന്നു, ഇൽമനാണ് നമ്മൾ കുറ്റം പറയുന്ന ഇൽമയാണ്. ആര് പ്രസംഗിച്ചാലും ഹദീസാണ്, ഖുർആനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയരുത്. ആര് പറഞ്ഞാലും ആ വ്യക്തിക്കല്ല സ്ഥാനം, ആ പറയപ്പെടുന്ന വാക്കുകൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. അത് എവിടെയും കിട്ടുന്നോ അവിടെ പോയി നമ്മൾ പഠിക്കണം, കേൾക്കണം. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം, നാശം എന്ന് പറയുന്നത് ഇൽമില്ലാത്തതിൻ്റെ പേരിലാണ്. നമ്മുടെ ജഹാലത്ത് വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആർഭാടങ്ങളും ഒക്കെ ആയിപ്പോയത്. ഇൽമില്ലാത്തതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിപ്പോൾ ഒരു മദ്രസയിൽ പോയിരുന്നിട്ട് ഉസ്താദന്മാരുടെ മുന്നിൽ ഇൽമു പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഇൽമിൻ്റെ സദസ്സുകളെ നമ്മൾ ധന്യമാക്കണം. എത്ര സമയം നമ്മൾ ചെലവ് ചെയ്താലും എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും എന്ത് ത്യാഗം സഹിച്ചാലും നമ്മളെ ഇൽമു കേൾക്കാൻ വേണ്ടി വന്ന് അൽഹംദുലില്ലാഹ് അത് കേൾക്കണം, മനസ്സിലാക്കണം. പിന്നെ ഈ കൂടുതൽ കിടന്ന് പ്രസംഗിച്ച് സുബഹി നിസ്കാരം കളാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം അതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ശൈലി ഞാൻ 1.5 മണിക്കൂർ മാന്യമായിട്ടുള്ള മെയിൻ ഹെഡിങ് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പറഞ്ഞാൽ അത് മതി. അൽഹംദുലില്ലാഹ് അത് മതിയല്ലോ. കൂടുതൽ കിടന്ന് ചുമ്മാ 2-2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല, വലിയ അർത്ഥവുമില്ല. ഞാനത് കാണുന്നുമില്ല. കാതലായ വിഷയങ്ങൾ ജനങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ പറ്റിയ വിഷയങ്ങൾ അത് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. അത് തന്നെ ഏറ്റവും വലിയ ഖൈറാണ്. അപ്പം അതുകൊണ്ട് കളവിൽ വഞ്ചനയുടെ വിഷയത്തിൽ ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അഅ്ലമുൽ ഖുലൂൽ ഇൻദല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഅ്ലമുൽ ഖുലൂൽ ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർദ് തജിദൂന റജുലൈനി ജാറൈൻ ഫിൽ അർളി ഔ ഫിദ്ദാരി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഏറ്റവും വലിയ കളവ് നടത്തുന്ന എന്താ? വഞ്ചനയിലും കളവിലും ഏറ്റവും വലുത് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഭയാനകതം അഅ്ലമുൽ ഖുലൂലി ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർളി, ഭൂമി ചുരണ്ടി അടിപ്പിക്കലാണ്. ഭൂമി മാന്തുക, ഭൂമി അടിച്ചു മാറ്റലാണ്. ഒരു മുഴ മതി. അത് അയൽവക്കക്കാരായ 2 വീട്ടുകാര് തമ്മിലുള്ള പ്രശ്നമാണ്. ഒന്നുകിൽ ഫിൽ അർളി ഭൂമിയുടെ വിഷയത്തിലായിരിക്കാം, ഔ ഫിദ്ദാരി അല്ലെങ്കിൽ വീടിന്റെ വിഷയത്തിലായിരിക്കാം. അതിലാണ് അവിടെ ചർച്ച. വീടുകളിലല്ലോ നീ ഭൂമി എൻ്റെ വേലി ഇങ്ങോട്ടായി പോയി, നിന്റെ വേലി കല്ലിപ്പുറത്തോട്ടായി പോയി, അത് അപ്പുറത്തോട്ടായി പോയി. മര്യാദയ്ക്ക് 2 പേര് നിസ്കാരമുള്ള, 2 പേര് മുസ്ലിങ്ങളാ, 2 പേര് ഭാഗത്തുള്ളവരാ. 1 സെന്റോ 1 അളവോ 1 പിടി മണ്ണോ വിട്ട് വീഴ്ചയ്ക്ക് ആരും തയ്യാറാവില്ല. എന്നാൽ 2 പേരും കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുന്നവരുവാ. ഒന്നുകിൽ വീടിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ വിഷയത്തിൽ 2 പേര് തർക്കമാണ്. അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ പാവം ഇതാണ്, ഈ സാധനമാണ്. പരിഹാരം കാണുന്നില്ല നമ്മൾ. എന്താ കാണുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാളുടെ ഭൂമി അനർഹമായി പിടിച്ചു വച്ചാൽ, അതിൽ നിന്ന് അതിര് അല്പമെങ്കിലും തോണ്ടിയെടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് 7 ഭൂമികളെ മാലയായ രൂപത്തിൽ ഇവന്റെ തലയിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി.